ഇന്നലത്തെ കളിയിലെ രണ്ട് ഹൈലൈറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത രണ്ട് വിഷ്വൽസ് എന്ന് പറയുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി ഗാർഡിയോളന്റെ ഡാൻസ് ആണ്. ഗാർഡിയോള ആ രണ്ടാമത്തെ ഗോൾ അടിച്ച ശേഷമുള്ള ഗാർഡിയോളന്റെ ആ ഒരു ഇത് സെലിബ്രേഷൻ. രണ്ടാമത്തെ പോയിന്റ് ഇത് ഈ ചെർക്കിയുടെ ഈ മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോഴത്തെ ഫുട്ബോള്, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് പീസുകളിലേക്ക് ചുരുങ്ങുക എന്നുള്ളതാണ്. ഗോൾ അടിക്കുന്ന എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് മാത്രം ചുരുങ്ങുക. ഇൻഡിവിജ്വൽ സ്കിൽസ് കളി കാണിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ പ്ലേയേഴ്സിനകത്ത് മുമ്പ് നമ്മൾ എത്രയോ പ്ലേയേഴ്സിനെ നമ്മളെങ്ങനെ എൻജോയ് ചെയ്തിരുന്നത്, ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കുന്ന ആ ഗോളുകളൊക്കെ നമുക്കിപ്പം പ്രീമിയർ ലീഗ് കാണാൻ തന്നെ ഇട്ടാല്ല. അപ്പൊ ഇങ്ങനത്തെ സ്കില്ല് ഇന്നലെ ശരിക്കും ഷർക്കിയുടെ നല്ലൊരു ഡ്രിബിളിംഗ് ഉണ്ടായിരുന്നു ബോക്സിനകത്ത് വെച്ചിട്ടുള്ള. അതും നല്ലൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും. അപ്പൊ അതുപോലത്തുള്ള മോമെന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതാണ്. ഞാൻ ആ ഒരു 22 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് ശരിക്കും പറഞ്ഞാൽ ചെർക്കി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 87,000 ഫാൻസിന് മുമ്പിൽ നിന്ന് കളിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു സമയത്ത് അത് എൻജോയ് ചെയ്യാൻ തോന്നി. അത് ലെറ്റ് ബി ഡു ദാറ്റ്. എന്തിനാണ് ഇത്രയൊക്കെ വലിയൊരു സംഭവമാക്കി മാറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അത്.